ഇവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരുത്തന് മതിലിനകത്ത് നിന്ന് കുറെ ക്യാഷ് കിട്ടി. ആ കാര്യം ഇവന്റെ കൂടെയുള്ള പെണ്ണ് വഴി പോലീസുകാർ അറിഞ്ഞു. അവനെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരുന്നു. പെട്ടെന്ന് പോലീസ് അകത്തേക്ക് വന്നേ അവനെ പിടിച്ചടിച്ചു. അവന്റെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കിയതും അതിനകത്ത് കുറെ ക്യാഷ് കണ്ടു. നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും ക്യാഷ് എന്ന് പറഞ്ഞ് ചെള്ളക്ക് ഒരു അടി കൊടുത്തു. ഇവന് വേദന സഹിക്കാൻ പറ്റാതെ അത് കിട്ടിയ സ്ഥലത്തേക്ക് അയാളെയും കൂട്ടിപ്പോയി. പോലീസുകാരൻ അതിനകത്തുള്ള ഫുള്ള് ക്യാഷ് എടുപ്പിച്ച് അയാളുടെ കാറിന്റെ ബൂട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ക്യാഷ് ഫുള്ള് എടുത്തു കഴിഞ്ഞതും അവന്റെ കയ്യിലുള്ള എല്ലാ സ്വർണവും ഊരി വാങ്ങിച്ചിട്ട് ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. വീട്ടിലേക്ക് പോയി നോക്കിയാൽ വൈഫിനെയും മക്കളെയും കാണാനില്ല. എവിടേക്ക് പോയതാണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അവർ ഗ്രാമത്തിലെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോയാൽ ഭാര്യയും ഇനി ഞങ്ങൾ അങ്ങോട്ട് വരില്ല, ഇനി നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൂടാതെ മകൻക്കും ഇതിനെ പറ്റിയെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ഇയാളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അനിയത്തെയും കൂട്ടി അവിടെ നിന്ന് പോയി. വേറൊരു സൈഡിൽ ഇവൻ കൊടുത്ത ക്യാഷ് എല്ലാം കൂട്ടിവെച്ച് മീരയും അവളുടെ ലവറിനെയും ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. ഇവൻക്കും അത്ര തോനെ ക്യാഷ് കിട്ടിയിട്ടും ഇയാളുടെ മണ്ടത്തരം കൊണ്ടും ആർത്തി കൊണ്ടും ഇപ്പൊ തെരുവിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വേറൊരു സൈഡിൽ ആ ക്യാഷ് എടുത്തിട്ട് പോയ പോലീസുകാരനും അത്രയും ക്യാഷ് കിട്ടിയത് ആലോചിച്ച് സന്തോഷത്തിലാണ്. അപ്പോഴാണ് മോദിജി അന്ന് രാത്രി 500ന്റെ 1000ന്റെ നോട്ട് റദ്ദാക്കിയ കാര്യം അറിയുന്നത്.